കഴിഞ്ഞ വർഷം ഞാൻ ഒട്ടും റിഗ്രറ്റ് ഇല്ല. അതെന്തുകൊണ്ട് മാരാറുണ്ടായിരുന്നോണ്ടാണോ അവിടെ? മാറാടൊന്നും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഐ തിങ്ക് ഒരു വേണ്ടത് അത്ര ആക്റ്റീവ് അല്ലെന്നു. ജാസ്മിൻ ജാഫർ അൺഹൈജീൻ. ഇപ്പൊ ജാസ്മിനും ഗബ്രിയും ഇത്തരത്തില് ഇതിന്റെ തുടക്കം ദിവസം മുതൽ തന്നെ ഇങ്ങനെ ഒരു ട്രാക്ക് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അനുഷയുടെ എവിടെയെങ്കിലും ചിന്തിച്ച് തോന്നുന്നുണ്ടോ ഇവർ പ്ലാൻഡ് ആയിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് ബിഗ് ബോസ് അകത്തോട്ട് വന്നതെന്നുള്ളത്? അങ്ങനെ ആയിരിക്കാം, പ്ലാൻ ചെയ്തിട്ടായിരിക്കും വന്നത്. എന്തെങ്കിലും ഇനിഷ്യലി തൊട്ട് അവർ ഒന്നിച്ചല്ലേ. ഏറ്റവും കൂടുതൽ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്നത് ആർക്കെതിരെയായിരിക്കും? ആരവിടെ അമ്മ പെൺ ശ്രീതു. ശ്രീതു, പിന്നെ ജാൻമണി, ഋഷി, ജിൻഡോ പൊട്ടൻ. ഒരാളുടെ ക്യാരക്ടറിൽ നമുക്ക് ഇത്തരത്തിൽ വിലയിരുത്താൻ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ശരി, ഇല്ല, അത് പാടില്ല, തെറ്റല്ലേ? തെറ്റ് ഉണ്ട്. പക്ഷെ ഇപ്പൊ അനീഷ വിളിച്ചത് പൊട്ടെന്നാണ്. Why are you asking me this kind of a question? അല്ല, ഓൾറെഡി അനീഷ പറഞ്ഞു തന്നെയുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇതിന് ഡ്രാഗ് ചെയ്യാൻ ആവശ്യമൊന്നുമില്ല. ഇതിനു വേണ്ടിയാണെന്ന് എനിക്ക് വിളിച്ചത്. ഈ ക്വസ്റ്റ്യൻ എനിക്ക് തിരിച്ചു തന്ന എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിനുള്ള മറുപടി എന്താണോ അതിനാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. അനീഷ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കേണ്ടത്. അത് ഉത്തരം മുട്ടിപ്പോയതുകൊണ്ടാണ്. എനിക്ക് താല്പര്യമില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ആകുമ്പോഴാണോ എനിക്ക് പോകുന്നത്? Hello everyone, you are watching Milestone Makers, Max and Javiera presents അങ്ങനെ പറ. തീർച്ചയായിട്ടും അങ്ങനെ പറയിൽ കുറേയേറെ വിശേഷങ്ങളായിട്ട് ഇന്ന് കൂടെ ചേരുന്നത് ആക്ച്വലി ഡാൻസറാണ്, മോഡലാണ്, റൈറ്ററാണ്. അങ്ങനെ വിശേഷങ്ങൾക്ക് കുറേയേറെയുള്ള ആരാണ്? അനീഷ നായർ. യെസ്, സോ സ്വാഗതം. ഹലോ. ഈ ബയോയില് നോക്കി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ലെറ്റേഴ്സിന് ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് വിശേഷങ്ങൾ കുറഞ്ഞു പോയതാണോ? ഡാൻസർ വരെ എത്തി നിൽക്കുന്നു. അങ്ങനെയൊന്നുമല്ല, ഇത് നല്ലൊരു ഹോബീസാ. ഐ തിങ്ക് നല്ല ഹോബീസ്, നല്ല ടാലന്റും എനിക്ക് ഒന്നിച്ച് കൊണ്ടുവരുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറുപ്പത്തൊട്ട് അങ്ങനെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും വിശേഷങ്ങളിൽ ഒന്ന് എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്റ്റ് ചെയ്തായിരിക്കും. എത്രത്തോളം ഇഷ്ടത്തോടു കൂടി വന്നൊരു ട്രാക്ക് ഏതായിരുന്നു ചോദിച്ചാൽ അതിലേതാണ്? ബൈക്ക് റൈഡിങ്. ബൈക്ക് റൈഡിങ് ആണ്. എങ്കിൽ അതിൽ നിന്ന് തുടങ്ങാം. എങ്ങനെ ഒരു ഭയങ്കര കോമൺ ആയിട്ട് കാണാത്തൊരു കാര്യമാണ് അല്ലെ? അത്രയും ഇഷ്ടത്തോടെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കണമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ ആദ്യത്തെ ചോദ്യത്തിലും അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം പറഞ്ഞു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ ഒന്ന് ബൈക്ക് എടുക്കുക എന്നുള്ളൊരു ചോദ്യം വന്ന് തുടങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്തിട്ടില്ലെന്നു. ഇല്ല, ഞാനപ്പോ ലഡാക്ക് വാസ് മൈ ഫസ്റ്റ് ട്രിപ്പ്. ഞാൻ പോയപ്പോ അത് 2011 സമയത്ത്. പക്ഷെ മിക്കവാറും എന്റെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാം ബോയ്സാ, ചെറുപ്പം തൊട്ട്. അപ്പൊ അവരുടെ ബൈക്കിംഗ് ഒക്കെ കണ്ട് കണ്ട് എനിക്ക് കൂടുതലായിട്ട് അന്നത്തെ ഇൻട്രസ്റ്റ് വന്നത്. അങ്ങനെ ഞാൻ എന്റെ ജേർണി തുടങ്ങി. ഈ എപ്പോഴും പലപ്പോഴും നമ്മുടെ പല ഇഷ്ടങ്ങളും നമുക്ക് അറിയാമെങ്കിലും നമുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ഈ നോ കേൾക്കേണ്ടി വരും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഉള്ളിൽ വെക്കും അല്ലെ? ഒരു സമയം വരെ. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ഇതായിട്ടുള്ള ഒരു വോയിസ് പുറത്തെടുക്കാൻ പറ്റുക. എപ്പം മുതലാണ് ഈ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്തത് അനീഷ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളും അല്ല എൻ്റെ ഒരു പാഷൻ അതിൽ ഞാൻ ഇപ്പോഴല്ലാതെ എപ്പോഴാണ് ചെയ്തു തുടങ്ങുക എന്നുള്ളൊരു ബ്രേക്ക് ചെയ്തൊരു മൊമെന്റ് ഏതായിരുന്നു? ഐ തിങ്ക് ലഡാക്കിന് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയപ്പോൾ ഞാൻ ബൈക്ക് ഓടിച്ചപ്പോൾ വലിയൊരു ആക്സിഡന്റ് ആയി. അപ്പൊ ആക്ച്വലി ഫാമിലിക്ക് മനസ്സിലായത് ഞാൻ ബൈക്ക് ഓടിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് അറിയുന്നത് ഞാൻ ബൈക്ക് ഓടിക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് അവർ ചോദിച്ചു, നീ ഇങ്ങനെ പറ്റില്ല, പെണ്ണ, വണ്ടി ഓടിക്കുന്നത് ശരിയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വിട്ടു. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് അറ്റ്ലീസ്റ്റ് ആ ധൈര്യം വന്നു പറയാം. ഞാൻ പറഞ്ഞു ഞാൻ ബൈക്ക് ഓടിക്കും, എനിക്ക് ഇഷ്ടം, ഞാൻ ഓടിക്കും. അങ്ങനെ പിന്നെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു. പിന്നെ ഞാൻ ബൈക്ക് ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ ഓൺ ആൻഡ് ഓഫ് ഒക്കെ ഒത്തിരി നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഫുള്ളി ഈ മെയിൻലി അനീഷ എന്നുള്ള പേര് മലയാളികൾക്ക് കുറേയേറെ സുപരിചിതമായതും അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിലും പ്രധാന പങ്കുവെച്ച ആക്ച്വലി ബിഗ് ബോസ് കൂടിയാണ്. കാരണം ഓരോ പ്രാവശ്യം ഇപ്പൊ ബിഗ് ബോസ് സീസൺ 6 ആയി. ഓരോ സീസൺ വരുമ്പോഴും അതിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് ആദ്യമേ വരും, ഇവരൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിലേക്ക്. അതിലെപ്പോഴും സ്ഥിരം സാന്നിധ്യമാണ് ആക്ച്വലി അനീഷ, ആ പേരും വ്യക്തിത്വം എന്നുള്ളത്. ഇതെങ്ങനെ എപ്പം മുതലാണ് ഇത് കേൾക്കാൻ തുടങ്ങിയതും ബിഗ് ബോസ് സ്കൂൾ ഒക്കെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് വരാൻ തുടങ്ങിയതും? ഐ തിങ്ക് 2 ഇയേഴ്സ് തൊട്ട് തുടങ്ങി. എന്റെ മോഡലിംഗ് ഫീൽഡിൽ നിന്ന് തുടങ്ങിയിട്ട് എനിക്ക് 3 വർഷമായി ഞാൻ ഇപ്പൊ ഈ ഫീൽഡ് വന്നത്. അതിന് മുമ്പ് ഞാൻ അത്ര
ഇന്നത്തെ കോൺഫിഡൻസ് ഇല്ലാന്നു റാം വാക്ക് എന്നുള്ളത്. അപ്പൊ പിന്നെ എനിക്ക് 2 വർഷമായി ബിഗ് ബോസിന്റെ വരാൻ തുടങ്ങിയിട്ട് പ്രഡിക്ഷൻ ലിസ്റ്റിലെ പേരൊക്കെ വരുന്നു. വരും. എന്നിട്ട് എന്തുകൊണ്ട് എടുത്തില്ല? ഇല്ല, കഴിഞ്ഞ വർഷം കുറച്ച് ഫാമിലി ഇഷ്യൂ, അച്ഛൻ ജൂണിൽ മരിച്ചുപോയി. അപ്പൊ ഭയങ്കര സീരിയസ് ആണ് ഹോസ്പിറ്റലൊക്കെ. അപ്പൊ ഞാൻ 50-50 വെച്ച് നിന്നു അതിലേക്ക് എന്നുള്ള രീതിയിലേക്ക്. ഇത് എപ്പോഴെങ്കിലും സ്വാഭാവികമായിട്ടും എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ ഇവിടെ അവിടെ വേണം, ഇപ്പൊ നമ്മൾ ആ സീസൺ വന്നു പക്ഷെ നമ്മൾ അവിടെ ഇല്ല എന്നുള്ളത്, ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ടെലികാസ്റ്റിംഗ് തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത് കാണുമ്പോൾ തോന്നാറുണ്ട്, പക്ഷേ ഇത് ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഇവരൊക്കെയാണ് കണ്ടസ്റ്റന്റ്, ഇവിടെ എനിക്ക് അവരെ അടിച്ചിടാൻ പറ്റുമായിരുന്നു, അവിടെ ഉണ്ടാവണമായിരുന്നു എന്നൊക്കെ തോന്നി. ഡെഫിനറ്റ്ലി ഫീലിംഗ് വരും. അങ്ങനെ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ റിഗ്രറ്റ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ സീസണാണോ ഈ സീസണാണോ? ഈ സീസണാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഒട്ടും റിഗ്രറ്റ് ഇല്ല. അതെന്തുകൊണ്ട്? മാറാറുണ്ടായിരുന്നോണ്ടാണോ അവിടെ? മാറാറുണ്ടായിരുന്നു, പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഐ തിങ്ക് ഒരു വേണ്ടത് അത്ര ആക്റ്റീവ് അല്ലെന്നു. അവര് വഴക്കിടും, അവർക്ക് ബിഗ് ബോസിൽ വഴക്കിടുന്നു എന്ന് പറഞ്ഞാൽ അവർ വഴക്കിടുന്ന പോലെ ഒരു കോണ്ടന്റ് തരുന്നുണ്ടെന്ന്. ഇറ്റ് വാസ് നോട്ട് നാച്ചുറൽ. ഒരു ഫ്ലോപ്പ് പോലെ എനിക്ക് ഫീൽ വന്നു. ഓരോരോ കണ്ടസ്റ്റന്റ് ഒരു ഐ എം നോട്ട് വെയിറ്റിംഗ് ക്യൂരിയസ് ടു സീ എനി ഓഫ് ദി കണ്ടസ്റ്റന്റ്. നമുക്ക് എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റി വേണ്ട ഒരു കണ്ടസ്റ്റന്റ് കാണുമ്പോൾ. അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു എൻ്റെ ബിഗ് ബോസ് സീസൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുള്ള ഒരാളെ പറയാൻ പറഞ്ഞ ആരായിരിക്കും? ഐ തിങ്ക് സീസൺ 4 മിക്കവാറും ഒത്തിരി പേരുണ്ട്. ജാസ്മിൻ, she was good, like genuine ആയിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് അവളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഈ സീസൺ ഫസ്റ്റ് തൊട്ട് തന്നെ കണ്ടു തുടങ്ങിയായിരുന്നോ? ഫസ്റ്റ് ഞാൻ കണ്ടില്ല, എന്തെങ്കിലും തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ അറിഞ്ഞത് തുടങ്ങിയിരുന്നു. പക്ഷെ സീസൺ 2, 3 ഞാൻ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് സീസൺ 4 ജാസ്മിൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആക്ച്വലി അവിടെ 2 രീതിയിലേക്കുള്ള ഒരു അഭിപ്രായത്തെ 2 ലെവലിൽ കണ്ടിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ജാസ്മിൻ പോകുന്നുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിരുന്നു കൂടിയായിരുന്നു റോബിൻ ഉണ്ട്. അപ്പോൾ ഒരാൾ ഇഷ്ടപ്പെടുന്നതിന് മറ്റൊരാളെ റോബിൻ എന്നുള്ളതിന്റെ നയത്തെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് കൂടി അർത്ഥമുണ്ടോ അതിന്? അങ്ങനെയൊന്നും ഇല്ല. റോബിൻ ഒരു ഡിഫറെന്റ് ക്യാരക്ടർ അല്ലേ പറഞ്ഞ, അത് ഞാൻ വെച്ച് കമ്പയർ ചെയ്യില്ല. പക്ഷെ ഞാൻ ഒരു ഷീ വാസ് എ ലെസ്ബിയൻ, ദ കോൺഫിഡൻസ് ലെവൽ അവള് അങ്ങനെ ആയിരുന്നു. പിന്നെ അങ്ങനെ വന്നു ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നത്. ഐ തിങ്ക് ഇറ്റ് വാസ് സിമിലർ കൈൻഡ് ഓഫ് ഫോർ മീ ഓൾസോ. ഞാനൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് ഓവർ വെയിറ്റ് ടു വെയിറ്റ് ലോസ് ചെയ്തിട്ട് വന്നപ്പോൾ എനിക്ക് ആ ജേർണി അറിയാം എവിടെ നിന്ന് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ലൈക്ക് എ ഫീലിംഗ്, അണ്ടർസ്റ്റാൻഡിങ് ദ ഫീലിംഗ് കൈൻഡ് ഓഫ്. റോബിൻ അദർഷന്റെ ഒരു ഗെയിം പാറ്റേൺ ഇഷ്ടമായിരുന്നു ശരിക്കും? ഇഷ്ടമായിരുന്നു. അങ്ങനെ രീതിയിൽ കുറച്ച് അഗ്രസീവ് ആയിട്ട് ചെയ്യണമെന്ന് തന്നെയാണ് അഭിപ്രായം? അപ്പോൾ ഇല്ല, അഗ്രസീവ് ഞാൻ അഗ്രസീവ് തന്നെയാ. പക്ഷെ അത് നാച്ചുറൽ ആയിട്ട് ചിലപ്പോൾ ഞാൻ കേട്ടു. അങ്ങനെ പ്ലാൻ ചെയ്ത പോലെ എന്തായാലും ഞാൻ 100% പ്ലാൻ ചെയ്താൽ അവിടെ അങ്ങനെ നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടി ചേർക്കാതെ വയ്യ. എപ്പോഴും ജെന്യൂൻ ആയിട്ട് ഒറിജിനൽ ആയിട്ട് നിൽക്കണമെന്ന് ഒരു പ്രാവശ്യം ക്യാപ്ഷൻ ബിഗ് ബോസിൽ പറയുമെങ്കിലും അവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിലനിൽപ്പില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ഫേക്ക് അല്ലാതെ നിൽക്കുക തന്നെയാണ് നിലനിൽപ്പ് തന്നെയാണോ? എന്തിനെങ്കിലും എനിക്ക് നാച്ചുറലി അഗ്രസീവ്നെസ് ഉണ്ട്. അപ്പൊ പിന്നെ എനിക്ക് അത് ചെയ്യാൻ ആവശ്യമില്ല. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്റെ ആങ്കർ. വാട്ട് എവർ ഇറ്റ് ഇസ്, ഞാൻ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയുന്ന ഒരാളാണ്. എങ്കിൽ നമുക്ക് അങ്ങനെ പറയില്ലേ, വേറെ സെഗ്മെന്റിലോട്ട് ഞാൻ പോവാണ്, ഇപ്പൊ ശരിയാക്കി തരാം. ഓക്കെ, അപ്പൊ അതില് ഇതുവരെ ബിഗ് ബോസിൽ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ പേര് പറയും. ഓക്കെ, അപ്പൊ അവരുടെ ആ ഒരു ഗെയിം പാറ്റേൺ എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിലേക്ക് അനീഷ പറയണം. യെസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സംസാര വിഷയം ഈ സീസണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ജാസ്മിൻ ജാഫർ. അല്ല, ഐ തിങ്ക് ഷീ ഈസ് ഡിപ്പെൻഡന്റ് പ്ലേ കളിക്കാൻ വേണ്ടി, ഗെയിം കളിക്കാൻ വേണ്ടി. ഇൻഡിവിജ്വലി ഷീ ക്യാൻ പ്ലേ. പക്ഷെ അത് അവള് മനസ്സിലാക്കാതെ ഐ തിങ്ക് ഗബ്രിയുടെ സപ്പോർട്ട് എടുത്ത ആള് മുമ്പോട്ട് പോകുന്ന ഇൻഡിവിജ്വൽ ഗെയിമർ അല്ല. അത് ആക്ച്വലി ഒരു സ്ട്രാറ്റജി ആണോ? അത് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്ട്രാറ്റജി ശരിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഗബ്രി ആയിട്ടെന്നുള്ള രീതിയിലേക്കുള്ള ഒരു ലവ് ട്രാക്ക് ഫേക്ക് ആണെന്നാണ് പറയുന്നത്. ഫേക്ക് ആയിരിക്കാം, പക്ഷെ അവർ അങ്ങനെ കാണിക്കുന്നതും പറയുന്നതും മാച്ച് ആവുന്നില്ല. ലോജിക്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുന്നു, പക്ഷെ അവർ കാണിക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് പോലെയാണ്. സോ ഇറ്റ്സ് നോട്ട് മാച്ചിങ്. അപ്പോൾ അതുകൊണ്ട് കാരണം അത് ഭയങ്കര നെഗറ്റീവായിട്ട് കാണുന്നത്. അപ്പോൾ ജാസ്മിൻക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വൽ കളിച്ചാൽ നല്ലപോലെ കളിക്കാം, പക്ഷെ അവള് കളിക്കുന്നില്ല. അവള് സപ്പോർട്ട് എടുക്കുന്നത് ഗബ്രിയുടെ പിടിച്ചിട്ടാ. അപ്പോൾ ഐ തിങ്ക് ഷീ ഈസ് നോട്ട് ഇൻഡിപെൻഡന്റ്. എങ്ങനെയെങ്കിൽ പലപ്പോഴും ഇപ്പൊ മുൻകൂട്ടി തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ വരാറുണ്ട് ഇപ്പൊ വരുന്ന കണ്ടസ്റ്റൻസിന്. ഇപ്പൊ ജാസ്മിനും ഗബ്രിയും ഇത്തരത്തില് ഇതിന്റെ തുടക്കം ദിവസം മുതൽ തന്നെ ഇങ്ങനൊരു ട്രാക്ക് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അനുഷര് എവിടെയെങ്കിലും ചിന്തിച്ച് തോന്നുന്നുണ്ടോ ഇവർ പ്ലാൻഡ് ആയിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് ബിഗ് ബോസ് അകത്തോട്ട് വന്നതെന്നുള്ളത്? അങ്ങനെ ആയിരിക്കാം, പ്ലാൻ ചെയ്തിട്ടായിരിക്കും വന്നത്. എന്തെങ്കിലും ഇനിഷ്യലി തൊട്ട് അവർ ഒന്നിച്ചല്ലേ.
ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരാഴ്ച കഴിഞ്ഞു പിന്നെ അവർ സംസാരിക്കാൻ തുടങ്ങി, ഐ കോണ്ടാക്ട്സ് ആയി, പിന്നെ അവർ കംഫർട്ടബിൾ ആയി, അങ്ങനെയല്ലല്ലോ. അവർ ഡേ 1 തൊട്ട് ഒന്നിച്ച. അപ്പൊ ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് പ്ലാൻഡ്. അപ്പൊ അപ്പൊ അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും ഇത് സ്ക്രിപ്റ്റ് അല്ല എന്ന് പറയുമ്പോഴും ഇങ്ങനെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസിബിലിറ്റീസ് വരുമ്പോൾ ആക്ച്വലി ഈ പ്രീ പ്ലാൻഡ് ആയിട്ടെന്ന് വരുമ്പോൾ അതിന്റെ വിശ്വാസ്യത കുറയല്ലേ ബിഗ് ബോസിന്റെ? അയക്കാം, പക്ഷെ ഇത് ഗെയിമല്ലേ, TRP കിട്ടിയാൽ മതിയല്ലോ ആൾക്കാർക്ക്. ബാക്കിയൊന്നും വിഷയമില്ല. ബാക്കിയൊന്നും വിഷയമില്ല. ഓക്കെ. അഖിൽ മാരാർ. അഖിൽ മാരാർ സ്ട്രേറ്റ് ഫോർവേഡ്, പറയുന്നതെല്ലാം തുറന്ന് പറഞ്ഞ് അഗ്രസീവ് കൊണ്ടുവന്നു. പക്ഷേ സൈമൾട്ടേനിയസ്ലി ഐ തിങ്ക് ഹി ഹാഡ് ദറ്റ് ഗുഡ് ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് കൈൻഡ് ഓഫ്. അതെല്ലാം ഒരു മിക്സ് ക്യാരക്ടർ ആയിരുന്നു. അതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അഖിൽ മാരാരുടെ കോമ്പറ്റീഷൻ അവിടെ ആരും ഇല്ലെന്നു. അതുകൊണ്ടാണ് പുള്ളി മുമ്പോട്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ സീസണിൽ ആള് കപ്പടിച്ചെന്നാണോ പറയുന്നത്? കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഫീൽ ചെയ്തുള്ളത്. ഓക്കെ. ജാൻമണി ഇനീഷ്യലി ഭയങ്കര ക്യൂട്ടായിരുന്നു അവളുടെ സംസാരമൊക്കെ കേട്ടുമ്പോൾ. പിന്നെ ഇപ്പൊ ഷീസ് എ സേഫ് ഗെയിം പ്ലെയർ, ക്ലിയർ ആയിട്ട്. അപ്പൊ അവളുടെ അനുസരിച്ച് ഗെയിം പോകുന്നില്ല, അതുകൊണ്ട് അവളുടെ സെക്കൻഡ് ഫേസ് പുറത്ത് വരുന്നത്. അതല്ലാതെ സേഫ് പ്ലെയർ ആണ്. ഒരു ഏതെങ്കിലും രീതിയിലേക്ക് എന്നുള്ള രീതിയിലേക്ക് റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ കുറച്ചുകൂടി എഫേർട്ടായിട്ട് എടുക്കുന്നു ഒരു ഗെയിമർ ആണെന്ന് ഫീൽ ചെയ്യുന്നില്ല. ഇല്ല, അവള് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ അവളുടെ അനുസരിച്ച് അത് പോവാത്ത കാരണം അവളുടെ സെക്കൻഡ് ഫേസ് പുറത്ത് വരുന്നത്. എന്താ പറയുന്നത്, ശ്രാപ്പ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നശിപ്പിക്കും, ഇങ്ങനെയൊക്കെ ഒരു വാക്ക് പറയുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ഗെയിം സ്ട്രാറ്റജി ആൾ ഇങ്ങനെ എടുത്താൽ നല്ലതായിരിക്കും എന്ന് എപ്പോഴും ഒരു അഡ്വൈസ് പറയാനോ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആൾ ഈ ഒരു ട്രാക്ക് എടുക്കണം നല്ലതായിരിക്കും, അല്ലെങ്കിൽ ആളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ആളുടെ ഗെയിമർ എന്നുള്ള രീതിയിലേക്കൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇതായാലും കുറച്ചുകൂടെ നല്ലത്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ ഒരു കണ്ടസ്റ്റൻസിനെ കാണുമ്പോൾ? അങ്ങനെ തോന്നാറുണ്ട്. അറ്റ്ലീസ്റ്റ് എന്റെ അടുത്ത് ഒത്തിരി പോയിന്റ്സ് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ആക്ഷൻ എടുത്തേനെ, ഇല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുത്ത അങ്ങനെ ഒരു ഫീലിംഗ് വരും. ഉണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സീസണിൽ വന്നിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്നത് ആർക്ക് എതിരെയായിരിക്കും? സേഫ് പ്ലെയർ ഗെയിംസ്. ആരാ അവള്, അമ്മ അറിയാതെ പെണ്ണ് സീരിയൽ ശ്രീതു, പിന്നെ ജാൻമണി, ഋഷി, ഹൻസിബ, ഇവരെ ഞാൻ ടാർഗറ്റ് ചെയ്തേനെ. ഇതെല്ലാം സേഫ് പ്ലെയേഴ്സ് ആണെന്ന് പോലെ ഫീൽ ആവും. അതായത് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് സേഫ് പ്ലേ കളിക്കുന്നവരൊക്കെ നമുക്ക് അഗെയിൻസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് ആണോ? അവർക്കെതിരെയൊക്കെ മാക്സിമം പ്രൊവോക്ക് ചെയ്തിട്ട് അവരുടെ റിയൽ സംഭവം പുറത്തോട്ട് കൊണ്ടുവരും എന്നാണോ? അങ്ങനെ പറയാം. പക്ഷെ ചുമ്മാ ഇരിക്കുന്നൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മള് അന്നത്തെ ഒരു വ്യൂ ആയിട്ട് വരില്ലേ. അപ്പൊ ഐ ക്യാൻ തിങ്ക് പോയിന്റ് ഓൺ ദാറ്റ്. ഓക്കേ. ആൻഡ് ജിൻഡോ പൊട്ടൻ. കാരണം ആളുടെ ഇന്നസെൻസ് ആണെങ്കിലും അങ്ങനെ നമുക്ക് എങ്ങനെ ഒരാളെ എങ്ങനെ വിലയിരുത്താൻ പറ്റും? അതല്ല, ഓക്കെ പൊട്ടനൊന്നും വിട്ടരെ, പക്ഷെ ഒരു ഇന്നോസെൻസ് ആണെങ്കിലും ഓരോ ഏജ് വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഗുഡ് ആൻഡ് ബാഡ് അങ്ങനെ സംസാരിക്കാൻ ഒരു നോളജ് ഇല്ലാത്ത പോലെ ഒരാളും ഇല്ലല്ലോ ഇവിടെ. അപ്പൊ ഐ വോണ്ട് കോൾ ഇറ്റ് ആസ് ഇന്നോസെൻസ്. ഉണ്ട്. ഒരാള് ചിലപ്പോൾ എത്രത്തോളം നിഷ്കളങ്കമായി സംസാരിക്കുന്നത് സൊസൈറ്റിക്ക് ആള് ചിലപ്പോൾ ഒരു പൊട്ടനെന്നോ അല്ലെങ്കിൽ മണ്ടനെന്നോ ഒക്കെ വിളിച്ചേക്കാം എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ ഒരാളുടെ ക്യാരക്ടറിൽ നമുക്ക് ഇത്തരത്തിൽ വിലയിരുത്താൻ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ശരിക്കും ഒരു മറ്റേ കണ്ടസ്റ്റന്റ് ഇല്ല, അത് പാടില്ല, തെറ്റല്ലേ? തെറ്റ് ഉണ്ട്. പക്ഷെ ഇപ്പൊ അനീഷ വിളിച്ചതും പൊട്ടെന്നാണ്. ഞാൻ പറഞ്ഞ പൊട്ടൻ പോലെ സംസാരിക്കുന്നത്. അതെ, യെസ്, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ അവൻ അവിടെ കളിക്കുമ്പോൾ, ജിൻഡോ അവിടെ കളിക്കുമ്പോൾ ഓരോരോ ആളുടെ പിങ് പോയിന്റ് ചെയ്ത് ഓരോരോ സ്ത്രീമാരുടെയും പെണ്ണുങ്ങളുടെയും ആ ഒരു സംസാരത്തിന് അതൊരു തെറ്റാ. പൊട്ടൻ എല്ലാവരും അവിടെയും പറയുന്നുണ്ട്, അതല്ല മീഡിയയിലും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു പൊട്ടനായിട്ട് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ അറിയാത്ത ഈ ഏജിൽ എത്തി കഴിഞ്ഞിട്ട് അറിയാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്തോ വാട്ട് ഇസ് ഗുഡ്, വാട്ട് ഇസ് ബാഡ്, അറിഞ്ഞിട്ടും അത് അറിയാത്ത പോലെ ബിഹേവ് ചെയ്യുന്നു എന്നാണ് തോന്നുന്നത്. അല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെയും തോന്നുന്നില്ല. ഗബ്രി സെയിം. ഐ തിങ്ക് ഹി ഈസ് ഓൾസോ ഒരു ജാസ്മിന്റെ പുറകെ നിന്ന് നടന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പോലെ തോന്നുന്നു. ഒരാൾ മറ്റാളുടെ പുറകെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന പോലെ ഫീൽ ആയി. മോസ്റ്റ്ലി ജാസ്മിൻ ക്യാൻ പ്ലേ മോർ ബെറ്റർ ഇൻഡിവിജ്വലി, പക്ഷെ ഗബ്രി അങ്ങനെ കളിക്കുന്ന എനിക്ക് തോന്നുന്നു, അങ്ങനെ ഫീലിംഗ് ഇല്ല. അപ്സര ഈസ് എ ഗുഡ് പ്ലെയർ.
നല്ല ഇതുവരെ പറഞ്ഞ കണ്ടസ്റ്റന്റിൽ എടുത്ത വഴിക്ക് ഇത്രയും പോസിറ്റീവായിട്ട് പറഞ്ഞ അപ്സരയെ കുറിച്ചാണ് അത്ര അയ്യോ അങ്ങനെ പറയില്ലേ. എവ്രി വൺ ഹാസ് എ ഗുഡ് തിങ്. പക്ഷെ അപ്സര നല്ല പ്ലെയറാ, സംസാരിക്കാനൊക്കെ നിലപാടെടുത്ത് സംസാരിക്കാൻ അത് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ശ്രീരാഗ് ശ്രീലേഖ ഈസ് ഓൾസോ ഗുഡ് പ്ലെയർ. അവൾക്ക് നല്ലപോലെ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്നുണ്ട്, ഒരു ഗ്രൂപ്പ് ഇല്ലാതെയും സംസാരിക്കാൻ വേണ്ടിയ സമയത്ത് സംസാരിച്ച് ഐ തിങ്ക് ഷീ ഈസ് ഗുഡ്. ഇവർ രണ്ടുപേർക്കും മുമ്പോട്ട് പോകുന്ന ഒരു ചാൻസ് ഉണ്ട്, അതുപോലെ ഫീലിംഗ് ഉണ്ട്. ഓക്കെ. ആൻഡ് തീർച്ചയായിട്ടും ഇനി ഇവിടെ അങ്ങോട്ട് കളി മാറും തന്നെയായിരുന്നു ആക്ച്വലി ബിഗ് ബോസ് അല്ലെ സീസൺ 6-ന്റെ ഒരു ക്യാപ്ഷൻ. അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. ഇതുവരെ പോയി പലപ്പോഴും അതിൽ തന്നെ ലാസ്റ്റ് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഇതുവരെയുള്ള സീസണെ അപേക്ഷിച്ച് അഭിപ്രായം ഭയങ്കര മോശമാണ് എന്നുള്ള രീതിയിലേക്ക് എടുത്തടിച്ച് ബിഗ് ബോസിൽ തന്നെ ഒരു എപ്പിസോഡിൽ പറയുന്നത് ഇത് ആദ്യമാണ് അല്ലെ ആണ്. സ്വാഭാവികമായിട്ട് ഇത് പ്രേക്ഷകരും അത് ശരിവെക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രിയിൽ പുതിയ ആളുകൾ എത്തുകയാണ്. ഇത് ആക്ച്വലി ബിഗ് ബോസ് കാണുന്ന ആളാണെന്നറിയാം, പക്ഷെ ഇനി കുറച്ചും കൂടിയും അനീഷയെ സംബന്ധിച്ചിടത്തോളം ഇമ്പം കൂടും. കാരണം അനീഷയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടി അതിലേക്ക് വരുന്നു അല്ലെ, സായി. ആക്ച്വലി അനീഷയുടെ പോസ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു റെഡി. സോ സായി വരുന്ന വരവില് കളി മാറും. സായി വന്നാ മാറുന്നു തോന്നുന്നു. എന്തെങ്കിലും ഞാൻ പുള്ളിയുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, അപ്പൊ റിവ്യൂസ് ഒക്കെ ബിഗ് ബോസിന്റെ ചെയ്യുന്ന അതൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നു എടുക്കുന്നു. ഓരോരോ ആളുടെ പോയിന്റ്സും തെറ്റ് ഒക്കെ ചെയ്യുന്നത് എല്ലാം പുറത്ത് കൊണ്ടുവന്ന് കളിക്കുന്ന എനിക്ക് ഫീൽ ഉണ്ട്. അത്ര സ്കില്ല് ഉള്ള ഒരാളാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണോ? മേ ബി യെസ്, അങ്ങനെ അതുണ്ടായിരിക്കും. ഇപ്പം റിവ്യൂസ് കാണുന്നല്ലേ, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോസ് ഉണ്ടാക്കുക. അപ്പൊ ഒരു ബിഗ് ബോസ് കാണുന്ന പോലെ ആളും റിവ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ പോയിന്റ്സ് പറയാതിരിക്കില്ല. പലപ്പോഴും നമുക്കൊരു പാഷൻ പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേയേറെ സ്ട്രഗിൾ അല്ലെ, അത് സർവൈവ് ചെയ്തിട്ടും ഇതിങ്ങനെ ഓവർകം ചെയ്തിട്ടൊക്കെയാണ് ഒരു പോയിന്റിലോട്ട് നമുക്ക് എത്തും. നമ്മുടെ എയിം എവിടെയാണോ അവിടെ എന്നുള്ളത് ലൈഫ് തിരിഞ്ഞു നോക്കുമ്പോൾ, പുറകോട്ട് നോക്കുമ്പോൾ എത്രത്തോളം സ്ട്രഗിൾ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും പെയിൻഫുൾ ആയിരുന്നു എന്നുള്ളൊരു എങ്ങനെ വിലയിരുത്തുന്നു ആ ഒരു ടൈം? ഐ തിങ്ക് എൻ്റെ ജേർണി സ്ട്രഗിളുടെ കാര്യം പറഞ്ഞത് ശരിയാണ്. ഞാൻ ചെറിയ പ്രായം തൊട്ട് തന്നെ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. ആ സിറ്റുവേഷൻ വന്നതും പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലത്തെ ഫൈനാൻഷ്യൽ ഇഷ്യൂ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ മൂത്തതാണ്, 8 വർഷം മൂത്തത്. അപ്പൊ ഹി വാസ് ഇൻ ടു മിലിറ്ററി അപ്പൊ കോളേജിൽ. അവന്റെ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിട്ട് കാരണം പറഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ ഭയങ്കര മോശമായിട്ട്, ലൈക്ക് ഐ എം നോട്ട് ഗുഡ് ഇൻ സ്റ്റഡീസ്. ഔട്ട് ഓഫ് 100 ഞാൻ 3.5 സ്കോറൊക്കെ ചെയ്തിട്ടൊക്കെ മറന്നത്, അത്രയ്ക്ക് പഠിക്കാൻ മോശമാണ്. പിന്നെ ഒരു ഫാമിലിയിൽ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് അമ്മയും അച്ഛനൊക്കെ ഒരു മോനുണ്ട്, അവനെ നോക്കണം, ഇവിടെ പഠിക്കുന്നൊന്നും ഇല്ല, എന്ത് ചെയ്യണം എന്ന്. ഇപ്പൊ റിലേറ്റീവ്സ് ഒക്കെ ഒരു തീരുമാനം എടുത്തത് ഇവിടെ കല്യാണം കഴിപ്പിച്ച് വിടാമെന്ന്, ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ഇങ്ങനെ ഒരു ഡിസിഷൻ വന്നു. അപ്പൊ ഞാൻ ഒരു വാശി പിടിച്ചില്ല, എനിക്കത് പറ്റില്ല, എനിക്ക് കളിക്കണം, എനിക്ക് പുറത്ത് പോകണം, സ്പോർട്സ് ഇതൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ബാഡ്മിന്റൺ ഉണ്ടായിരുന്നു ചെയ്യാൻ, കളിക്കാനുണ്ടായിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് സ്റ്റേറ്റ് ലെവലിൽ പോകണം എന്ന് അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഐ ഡി നോട്ട് സ്റ്റാർട്ട്. പിന്നെ ഫാമിലി പറഞ്ഞില്ല, അതൊന്നും പറ്റത്തില്ല. പിന്നെ പറഞ്ഞു, നിനക്ക് എന്തൊക്കെ ചെയ്യണമെങ്കിൽ നീ നിന്റെ കാര്യം നോക്കി ജീവിച്ചോ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കുക, അനുസരിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കണ്ട, അപ്പൊ ഇഷ്ടത്തിന് നിന്റെ ഇഷ്ടമാണ്. അപ്പൊ അമ്മ അച്ഛൻ മരിച്ചു, ചിലപ്പോൾ ഞാനൊന്നും ചെയ്യില്ല, അവര് പറയുന്ന. അപ്പൊ എനിക്ക് ലാസ്റ്റിൽ ഡിസൈഡ് ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചു കാണും. എന്തെങ്കിലും ഒബ്വിയസ്ലി അവർ ഭയങ്കര സ്ട്രിക്റ്റ് ഒരു ഫാമിലിയാണ്. പുറത്ത് 6 മണിക്കൂർ മാത്രം കളിക്കാൻ വിടും, അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോവാ, ഇതൊക്കെ ഒരു ലൈഫ് ജേർണിയാണ്. അപ്പൊ അവര് വെച്ചാൽ അവൾ എന്ത് ചെയ്യാനാ, അവൾക്കൊന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഞാനും വാശി പിടിച്ച് ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ, ചില 2-3 ഫ്രണ്ട്സൊക്കെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പറഞ്ഞു, നീ എന്തോ പഠിക്കുന്നുമില്ല. അപ്പൊ എൻ്റെ സ്കൂളും വിട്ടു. 9th സ്റ്റാൻഡേർഡ് എൻ്റെ ലാസ്റ്റ് ആണ് സ്റ്റഡീസ്. അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫ്രണ്ട്സൊക്കെ സജസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ജോലി ചെയ്തു. അങ്ങനെ ഒരു സെയിൽസ് ഗേൾ ആയിട്ടാണ് ഞാൻ ജോലി ചെയ്തത്. അപ്പോൾ നമ്മുടെ കുക്കറിന്റെ റബ്ബർ അതാണ് ഞാൻ ഡോർ ടു ഡോർ വിൽക്കാൻ പോയിട്ടിരുന്നത്. അതെൻ്റെ ഫസ്റ്റ് ജോബ്. അവിടെ സാലറിയും ഇല്ല, ഇറ്റ്സ് ജസ്റ്റ് എ കമ്മീഷൻ ഓഫ് 20 rupees, അങ്ങനത്തെ ഒക്കെ പേയ്മെന്റ് ആണ്. അങ്ങനെ ചെയ്തു. പിന്നെ ഓർത്തോപെഡിക് ഹോസ്പിറ്റലിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തു. പിന്നെ ബാങ്കിലെ ടെലികോളർ, ക്രെഡിറ്റ് കാർഡും ലോൺ, ഇങ്ങനത്തെ ഒക്കെ ഒരു ജോലി ചെയ്ത് അങ്ങനെ ആ സമയത്ത് ഇംഗ്ലീഷും പോലും അറിയത്തില്ല ഒന്ന് സംസാരിക്കാൻ. അതൊരു വലിയ ചാലഞ്ച്. പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് ഇംഗ്ലീഷും പഠിച്ചു, ജോലി ചെയ്തത്. എൻ്റെ ഗ്രാജുവേഷൻ, എൻ്റെ MBA HR ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഫിലിപ്പീൻസിൽ പോയി ആസ് എ ട്രെയിനർ ആ സമയം വരെ. പിന്നെ അങ്ങനെ എൻ്റെ ജേർണി അങ്ങനെ തുടങ്ങി. പിന്നെ ഓവർ സ്ട്രെസ്, ഓവർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഓവർ വെയിറ്റ് ആയി. ഓവർ വെയിറ്റ് ചെയ്തപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വെയിറ്റ് ലോസും എല്ലാം ചെയ്തപ്പോൾ എൻ്റെ ജേർണി കുറച്ച് ഒരു ട്രാൻസ്ഫോം
ആയത് ഇവിടെ വരെ. അല്ല ഇപ്പൊ why are asking me this kind of a question? അല്ല ഓൾറെഡി അനീഷ പറഞ്ഞു തന്നെയാണുള്ള മറുപടിയാണ് ഞാൻ ഞാനെങ്കിൽ ഇതിന് ഡ്രാഗ് ചെയ്യാൻ ആവശ്യമൊന്നുമല്ല, ഇതിനു വേണ്ടിയാണെന്ന് എനിക്ക് വിളിച്ചത്, ഈ ക്വസ്റ്റ്യൻ എനിക്ക് തിരിച്ചു തന്ന എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിനുള്ള മറുപടി എന്താണോ അതിനാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. അത് ഓൾറെഡി ചോദിച്ചപ്പോൾ ഞാൻ അതിന്റെ ഉത്തരം തന്നില്ലേ? ഇതിനുള്ള ഉത്തരം തന്നില്ല ഇപ്പോ, ഞാൻ അതുകൊണ്ടാണ് ഈ ചോദ്യത്തിനുള്ള കാരണമായത്. ഇല്ല, ബട്ട് യു ഷുഡന്റ് ഹാവ് ആസ്ക്ഡ് മീ ദിസ് ക്വസ്റ്റ്യൻ. ഇത്ര ഡ്രാഗ് ചെയ്യാൻ ആവശ്യമില്ല. സത്യം എനിക്ക് താല്പര്യമില്ല ഈ ഇന്റർവ്യൂ. ഓൾറെഡി അനീഷ പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ് ഞാൻ തിരിച്ചു ചോദിക്കുക. അതെങ്ങനെയാണ് അനീഷയ്ക്ക് താല്പര്യമില്ലാതെ ചോദിച്ചു ഞാൻ ഉത്തരം തന്നു, പക്ഷെ അത് ഇങ്ങനെ ചോദിക്കുന്നവര് വേണ്ടിയല്ലോ. സ്വാഭാവികമായിട്ട് അനീഷ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കേണ്ടത്. അത് ഉത്തരം മുട്ടിപ്പോയതുകൊണ്ടാണ്. എനിക്ക് താല്പര്യമില്ല ഇന്റർവ്യൂ. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ആകുമ്പോഴാണ് എനിക്ക് പോകുന്നത്.